കൊടുക്കണ്ടേ? ആ റീന പിലാക്കാട്ടാണേ. അപ്പോഴേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റീല് ചെയ്തിരുന്നല്ലോ, ലോട്ടറി വിൽപ്പനക്കാർക്ക് പിന്നെ കൊടയില്ല, വെയിലും മഴയും ഒക്കെ കൊണ്ടാണ് അവർ നിൽക്കുക എന്നുള്ളത്. അപ്പം അതിൽ നമ്മളത് ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഒരു സ്പോൺസറെ കിട്ടിയിട്ടുണ്ട്. അത് സ്പോൺസർ നമുക്ക് കൊട സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇവർക്ക് ഏൽപ്പിക്കണം. അപ്പം അത് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള ശൈലജ ടീച്ചർ ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ ഷർമിളയുണ്ട്, പ്രസീദുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ആ കൊടയൊന്ന് ഇവരെ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ആ കൊട ഇവരെ ഏൽപ്പിക്കാം. വാ, അപ്പൊ നമ്മള് കൊടയൊന്ന് കൊടുത്താളാ ഇവർക്ക്. അപ്പൊ ഇതാണ്. അപ്പൊ നമുക്ക് ഒരാളായില്ലേ ഇത്. ഇങ്ങനെ തന്നെയാന്ന് തോന്നണേ അല്ലേ? ആ, കാലം അങ്ങനെ തന്നെയാണോ ഉണ്ടാകുക? അല്ല, അങ്ങോട്ട് പോരൂല്ലേ? ലൂസർ. ആ അത് ശരി. ഇല്ല, ഒരു കാലില്ല. അത് നിങ്ങളെ കയ്യില്. ആ, എനിക്ക് തോന്നണം ആ ഭാഗം അങ്ങട്ടാ. ഇല്ല. ആ, അപ്പോഴേ നമുക്ക് അവരോട് രണ്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ലോട്ടറി തീർന്നു ഇല്ലേ? അപ്പോ എന്തേ കുറച്ചേ ലോട്ടറി എടുക്കണുള്ളൂ? എന്താണ്, പൈസന്റെ പ്രശ്നമാണോ? ആ, ഒന്ന് കുത്തട്ടെ. പിന്നെ കുറച്ചുകൂടെ പൈസ കിട്ടിയാൽ കുറച്ചുകൂടി എടുക്കാം അല്ലേ? ചേച്ചി എന്താ അവിടെ കിടവേ? നിങ്ങൾ രണ്ടാളും കൂടിയാണ് ഇപ്പം അത് നോക്കണം. ഇല്ല, അപ്പൊ ഈ കുട തന്നാലിപ്പോ നിങ്ങൾക്ക് മഴയത്തിനും വെയിലത്തിനും എന്താ പറയാനുള്ളത്? കുട തന്നതിൽ വലിയ സന്തോഷമുണ്ട്. എന്താണ് പറയാനുള്ളത്? കുട തന്നതിന് നന്ദിയുണ്ട്. ആയിക്കോട്ടെ, ഇതിമ്പോ ഒരാള് സ്പോൺസർ ചെയ്താണ്. നിങ്ങൾ കൊടുക്കാം. ടീച്ചറെ ഒരു 2 വാക്ക് സംസാരിക്കും. നമ്മുടെ നാട്ടിലെ 2 സ്ത്രീകള് റോഡരികിൽ നിന്ന് ലോട്ടറി വിൽക്കുന്നത്, വെയിലും മഴയും കൊണ്ട് ലോട്ടറി വിൽക്കുന്നത് കണ്ടപ്പോൾ റീന പിലാക്കാട്ട് അവരുടെ റീലിലൂടെ ഇത് നാട്ടിൽ അറിയിച്ചപ്പോൾ ജീവകാരുണ്യ രംഗത്ത് വളരെയധികം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി, ഇവർക്ക് ഒരു ചെറിയ വെയിലും മഴയും കൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു സഹായം, ഒരു കുട കൊടുത്തിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നി. അതിലപ്പുറം എന്തു ജോലിയും ചെയ്ത് അവനവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, കഴിയുന്നതും മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ അവനവന് കഴിയുന്ന ജോലി ചെയ്ത് പോവാൻ തയ്യാറായിട്ടുള്ള ഈ 2 സഹോദരിമാരോട് വളരെയധികം സ്നേഹം തോന്നുന്നു. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും, എല്ലാ സ്ത്രീകളും അതേപോലെ തന്നെ അവനവൻ്റെ കഴിവിനനുസരിച്ച് ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന, അതേപോലെ തന്നെ വെയിലും മഴയൊക്കെ കൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് റീന പിലാക്കാട്ട് ഇങ്ങനെ ഒരു റീൽ ചെയ്യാൻ ആഗ്രഹിച്ചതും അതിലൂടെ അത് കണ്ട് സഹായിക്കാൻ തയ്യാറായ സുമനസ് മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ളത്.
കൂടാതെ അവർക്ക് ഇനിയും ലോട്ടറി, അതായത് ആ റീലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കൂടുതൽ പണം മുടക്കാനില്ലാത്തത് കൊണ്ട് ലോട്ടറി കൂടുതൽ വാങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പൈസയും കൂടെ സംഭാവന ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അവരെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ കൂടെ ഷർമിള ഉണ്ട്, അതേപോലെ തന്നെ പ്രസി ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ നമ്മളത് അവർ കൊടുക്കുകയാണ്. ഇവർക്ക് ഇനിയും ഇതേപോലുള്ള സഹായങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറായവരുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. നമ്മുടെ നാട്ടിലെ ഇത്തരം ആളുകളെ കൂടുതൽ സഹായിക്കണം എന്നുള്ളതാണ്. അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സഹായവും അവർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതും കൂടെ വാങ്ങി, ലോട്ടറി വാങ്ങി, നന്നായിട്ട് വാങ്ങി നാളെ ഇതിലും കൂടുതൽ അതെ നല്ലൊരു വരുമാന മാർഗമായിട്ട് വരും അല്ലെ? അതെ അതെ. അപ്പോ ഈ ലോട്ടറി വിൽപ്പനയ്ക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊടയുമായി ഇനി ഈ സഹോദരിമാര് ഇവിടെ നല്ല രീതിയിൽ വെയിലും മഴയൊന്നും ഇല്ലാതെ ഇരുന്ന് ലോട്ടറി വിറ്റ് ഉപജീവന മാർഗം നടത്തുമെന്ന് വിശ്വാസത്തോടെ അടുത്ത റീലുമായി വീണ്ടും വരാം. ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു വ്യക്തി അവർക്കൊരു ചെയറും കൂടെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹങ്ങൾക്ക് തരും അല്ലേ? കൊടുത്തു ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ റീലും ഉപകാരപ്പെടട്ടെ, അതോടൊപ്പം ആളുകൾക്കും സന്മനസ് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത റീലുമായിട്ട് കാണാം.